നമസ്കാരം. തൃശൂർ മാത്രമല്ല, തിരുവനന്തപുരത്തിനും കോട്ടയത്തിനും പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി. എന്തിനു പറയുന്നു, മൊത്തം കേരള ജനത സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകുന്നുണ്ട്. ജനങ്ങളുടെ ഒപ്പം നിൽക്കുകയും പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം തന്റേതായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ അസൂയപ്പെട്ട ചില കൂട്ടർ അദ്ദേഹത്തെ വിവാദങ്ങളിൽപ്പെടുത്തി അപകീർത്തിപ്പെടുത്തുന്നു. സുരേഷ് ഗോപിയുടെ കുടുംബവുമായി വളരെയധികം അടുപ്പമുള്ള തിരുവനന്തപുരത്തുള്ള രാജപ്പനാചാരി എന്ന വ്യക്തിയാണ് പൊങ്കാല ദിവസം വൈറലായ ഒരു വീഡിയോയിലുള്ളത്. സുരേഷ് ഗോപിയും കുടുംബവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾ. പൊങ്കാല ചടങ്ങുമായി ബന്ധപ്പെട്ട് വിളക്ക് വെക്കുന്നതിലെയോ മറ്റോ കാര്യം പറഞ്ഞപ്പോൾ അത് സ്ത്രീകൾ ചെയ്യട്ടെ എന്നോ മറ്റോ പറഞ്ഞ് സുരേഷ് ഗോപി കാണിച്ച ആംഗ്യമാണ് സുരേഷ് ഗോപി ഒരു കൂട്ടർ ഫ്യൂഡൽ മാടമ്പിയായി ചിത്രീകരിക്കുന്ന സംഭവത്തിന്റെ പിന്നിൽ. തീർത്തും നിസ്സാരമായ ഒരു കാര്യം. രാജപ്പനാചാരി ചടങ്ങിലെല്ലാം പങ്കെടുത്ത് ഭക്ഷണവും കഴിച്ചിട്ടാണ് സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് പോയത്. പക്ഷെ ഈ സംഭവത്തിന് വന്ന ടോക്സിക് ആയ അർത്ഥതലങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു കണക്കിന് ചിന്തിച്ചാൽ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള നല്ലൊരു ശതമാനം വിവാദങ്ങളും ഇങ്ങനെ തന്നെയാണ്. കുറച്ചുനാൾ മുമ്പ് ഒരാളെ തള്ളിമാറ്റി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. എന്നാൽ പരിക്ക് പറ്റി സുരേഷ് ഗോപിയുടെ കാൽവിരലുകൾ കെട്ടൽ ഉണ്ടായിരുന്നു എന്നും അതിൽ ചവിട്ടുമെന്ന് പേടിച്ചുള്ള റിയാക്ഷനാണ് അദ്ദേഹം നടത്തിയതെന്നും കുറച്ചു പേരെങ്കിലും അറിഞ്ഞത് വളരെ വൈകിയാണ്. മാധ്യമപ്രവർത്തകയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഉണ്ടായി. എന്നാൽ ആ മാധ്യമപ്രവർത്തക പുറത്തേക്ക് പോകാനുള്ള ഒരു ഗ്ലാസ് ഡോർ മറഞ്ഞാണ് നിന്നതെന്നും അവരെ അവിടെ നിന്ന് മാറ്റി പുറത്തേക്ക് പോകാനുള്ള ഒരു പ്രവർത്തനം കൂടിയാണ് സുരേഷ് ഗോപി ചെയ്തതെന്നും ഇപ്പോഴും പലർക്കും അറിയില്ല. ഇങ്ങനെ തപ്പിപ്പോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ വിവാദത്തിൽ കുരുക്കുന്നത് ഭയം കൊണ്ടാണ്. സുരേഷ് ഗോപി വളർന്നാൽ തങ്ങളെ പിന്തള്ളി അദ്ദേഹം മുന്നോട്ടെത്തുമോ എന്ന ഭയം. എന്തായാലും എത്രയൊക്കെ വിവാദങ്ങളിൽ കുരുക്കാൻ നോക്കിയാലും സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയെ ജനങ്ങൾക്കറിയാം. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.